കോട്ടയം കുമരകം റോഡിൽ വിള്ളൽ. ഇല്ലിൽ ജുമാ മസ്ജിദിന് എതിർഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. കൈരളി ന്യൂസ് സംഘമാണ്. സനോജ് ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം കുമരകം റോഡിലാണ്. കുമരകം റോഡിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പ്രദേശത്ത് വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഗൗരവമായ പ്രശ്നമാണ്. കാരണം ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ വിള്ളൽ എന്ന് പറയപ്പെടുന്നത് ഈ വെള്ളം ഓളം അടിക്കുന്നതുകൊണ്ട് ഈ വിള്ളൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ വലിയ തോതിലുള്ള വിള്ളൽ, ഒരു 50 അടി നീളത്തോളം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ശ്രദ്ധയിൽ നമ്മൾ ഈ വിവരം പെടുത്തിയതിനെ തുടർന്ന് ഇപ്പോൾ അവർ തന്നെ ഈ പ്രദേശത്തെ ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് റോഡിൽ കട്ടകൾ വെച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചേട്ടാ, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നു? ചെറിയൊരു വിള്ളൽ ഉണ്ടായിരുന്നു, നേരത്തെ ചെറിയ ഇരുത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൂടുന്നത് ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് കാണുന്നത്. ഇത്ര നല്ല വിള്ളൽ ഇതുണ്ട് തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ, പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതൊരു ഗൗരവമായ വിഷയം തന്നെയാണ് ചേട്ടാ. അത് ഗൗരവങ്ങൾ നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇത് നേരത്തെ ഈ ചെറിയ ഇളവും ആ ഒരു സൈഡിലുള്ള ഒരു ഇരുത്തും വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ അതിനത്ര അപകടകരമായ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുമെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയോണ്ടാണ് നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഈ മുന്നൊരുക്കം എന്ന നിലയിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഈ കട്ടകൾ? പിന്നെ അപകടം ഒഴിവാക്കണമല്ലോ. കാരണം എപ്പോഴായാലും വലിയ വണ്ടി, ഭാരമുള്ള ഒരു വണ്ടി ആ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുത്ത് സംഭവിക്കുക, അത് ആറ്റിലേക്ക് മറിയാനും കാരണമാവും. മുന്നേ ഈ ഭാഗത്തല്ലേ ഒരു ബസ് അപകടത്തിൽപ്പെട്ട് ഒരു കിലോമീറ്റർ താഴെയുള്ളൂ ദൂരം. മീനച്ചിൽ ആറ്റിലേക്ക് ഒരു വർഷകാലത്തായിരുന്നു ഇതുപോലെ അപകടം സംഭവിച്ചതല്ലേ? അതെ അതെ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ്. ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിലുള്ള വിള്ളലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുൻപ് ചെറിയൊരു വിള്ളൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വർദ്ധിച്ച് ഏകദേശം 50 അടി നീളത്തിൽ ഈ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വലതു ഭാഗത്ത് ഇപ്പോൾ നമുക്കറിയാം മീനച്ചിലാറ്. ആ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. ആ കരകവിഞ്ഞൊഴുകിയ വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്ക് മൂലം ഈ റോഡിൻ്റെ അടിഭാഗത്തു നിന്നും മണ്ണ് എടുത്തു പോയിരിക്കാം. അതുകൊണ്ടായിരിക്കാം റോഡ് സ്വാഭാവികമായും അല്പം ഇരുത്തിയിട്ടുണ്ട്. വിള്ളൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇല്ലിക്കൽ ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എതിർഭാഗത്താണ് ഈ മീനച്ചിലാറും അതിൻ്റെ എതിർവശത്താണ് ഈ റോഡും സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോട്ടയം കുമരകം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ നിറഞ്ഞ ആളുകളുമായിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിള്ളൽ വളരെ വ്യക്തമായി നമുക്ക് ഈ ഓളം അടിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വലിയ തോതിലുള്ള വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ കോട്ടയം നഗരസഭ ചെയർമാൻ സന്തോഷ് ആണ് ഇവിടുത്തെ കൗൺസിലർ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു അടിയന്തരമായി ഈ വിഷയം പൊതുമരാമത്ത് വിഭാഗത്തെ അറിയിക്കാം. അവർ ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇവിടെ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർ ഇപ്പോൾ ഒരു സുരക്ഷാ ക്രമീകരണം എന്ന നിലയിൽ തൊട്ടടുത്തു നിന്നും വേസ്റ്റ് കട്ടകളൊക്കെ എടുത്ത് ഇപ്പോൾ റോഡിൻ്റെ ഒരു മുന്നറിയിപ്പ്, അതായത് ഈ ഭാഗത്തൂടി കടന്നു പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഷമ്മി.